അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഒരു അന്യപുരുഷനെ സംബന്ധിച്ചിടത്തോളം തൊട്ടാൽ ഉളൂ മുറിയുകയും എന്നാൽ കല്യാണം കഴിക്കാൻ പാടില്ലാത്തതുമായ സ്ത്രീകൾ ആരാണ് എന്ന് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. കമന്റ് ചെയ്യാൻ അറിയാത്ത ആളുകൾ എന്നെ അറിയുന്നവര് പേഴ്സണലായിട്ട് വാട്സപ്പിൽ അറിയിച്ചിട്ടുണ്ട്. കമന്റ് ചെയ്ത ഉത്തരങ്ങളിൽ ഏകദേശം ഉത്തരങ്ങളും ശരിയാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിലവിലുള്ള ഭാര്യയുടെ സഹോദരിമാർ എന്നാണ്. നിലവിലുള്ള ഭാര്യയുടെ സഹോദരിമാർ. നിലവിലുള്ള ഭാര്യയുടെ എന്ന് എടുത്തു പറയുന്നത് ഇനി ഒരാളുടെ ഭാര്യ മരണപ്പെട്ടുപോയി, എന്നാൽ ആ ഭാര്യയുടെ സഹോദരിമാരിൽ ആരെങ്കിലും കല്യാണം കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇനി ഒരു ഭാര്യയെ ആരെങ്കിലും ത്വലാഖ് ചൊല്ലാൻ പാടില്ല, ത്വലാഖ് ചെല്ലണമെങ്കിൽ അത്രത്തോളം അങ്ങ് എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല. ഇനി അങ്ങനെ അത്രയും വലിയ ഘട്ടങ്ങളിൽ എത്തിയിട്ട് ഒരാൾക്ക് ത്വലാഖ് ചൊല്ലേണ്ടി വന്നാൽ, അങ്ങനെ ത്വലാഖ് ചൊല്ലിയാൽ ആ ത്വലാഖ് ചൊല്ലിയ ഭാര്യയുടെ സഹോദരിമാരിൽ ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പോ ഒരു സ്ത്രീ നിലവിൽ ഭാര്യയായിരിക്കെ ആ സ്ത്രീയുടെ സഹോദരിമാരിൽ നിന്ന് വീണ്ടും ഒരാളെ കല്യാണം കഴിക്കൽ പാടില്ലാത്തതാണ്. എന്നാൽ അവരെ തൊട്ടാൽ ഉളൂ മുറിയുകയും ചെയ്യും. എന്നാൽ സഹോദരിമാര് മാത്രമല്ല, ഈ സ്ത്രീയുടെ മഹ്റമിയത്തായിട്ടുള്ള, അതായത് ഉമ്മാന്റെ സഹോദരിമാര്, ഉപ്പാന്റെ സഹോദരിമാര് ആരെയും കല്യാണം കഴിക്കാൻ പാടില്ല. അതായത് ഇപ്പൊ ഈ പുരുഷനിക്ക് ആരാണ് മഹ്റമിയത്ത് എന്ന് പറയുന്നത്? സഹോദരിമാര്, ഉമ്മാന്റെ സഹോദരിമാര്, ഉപ്പാന്റെ സഹോദരിമാര്, ഇങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ ആ സ്ത്രീയുടെ സഹോദരിമാര്, ഉമ്മാന്റെ സഹോദരിമാര്, ഉപ്പാന്റെ സഹോദരിമാര്, അങ്ങനെയുള്ള ഒരാളെയും ഈ ഭാര്യയായി നിലനിൽക്കെ കല്യാണം കഴിക്കാൻ പാടില്ല. എന്നാൽ അവരെ തൊട്ടാൽ ഉളൂ മുറിയുകയും ചെയ്യും. ഇതാണ് ശരിയായ ഉത്തരം. ഇൻഷാ അള്ളാഹ് അടുത്ത ഒരു ചോദ്യം അടുത്ത ദിവസം പ്രതീക്ഷിക്കാം. ഇൻഷാ അള്ളാഹ്. അല്ലാഹു തആല ഇൽമ് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.